കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയ്ക്ക് അനുഗ്രഹമാകുന്ന നിലയിൽ നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന പ്രിയ സാംബാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ഏവരോടും ചേർന്ന് കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം എൻ്റെയും ജീവിതത്തിൽ ഒരുക്കിയ ഈ വിലയേറിയ ഭാഗ്യ പദവി ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ അവസരത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ടൈറ്റസ് അല്ലെങ്കിൽ തോമസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് ഞാൻ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ചില സ്ഥലങ്ങളിലായിരുന്നു. അതിനു മുൻപ് ദൈവോധന പഠനത്തോടുള്ള ബന്ധത്തിൽ മണക്കാലിലായിരുന്നു. ടൈറ്റസ് നേഴ്സിംഗ് പഠനത്തിന് ബാംഗ്ലൂരിലായിരുന്നു. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഈ പട്ടണത്തിൽ കർത്താവ് ഇങ്ങനൊരവസരം ഒരുക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതകളും ഹൃദയംഗമായി ഓർത്ത് നന്ദി പറയാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ഇന്ന് പകൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഇളയ സഹോദരൻ്റെ അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിനെ കൂടെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ കൂടെയാണല്ലോ ഇവിടെ നടത്തപ്പെടുന്നത്. ആ ശുശ്രൂഷയിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം പകർന്ന് സർവശക്തനായ ദൈവം ആദരിക്കട്ടെ എന്നും ഞാൻ ദൈവസന്നിധാനം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ 1-2 പേരെ സ്തോത്രം നന്ദി പറയുവാനും അല്ലെങ്കിൽ സ്വാഗതം പറയുവാനും വിട്ടുപോയി. പ്രത്യേകിച്ച് ആയൂർ ഉള്ള അല്ലെങ്കിൽ നാട്ടിൽ ആയൂർ സ്ഥലമുള്ള പ്രിയ ബെറ്റി സിസ്റ്ററും കുടുംബം ഇവിടെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ മാതാവ് ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസിയാണ്. പ്രിയ കർത്തദാസിയോടും കുടുംബത്തോടും ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കി. അതുപോലെ പ്രിയ പൂയപ്പള്ളിയിലുള്ള പ്രിയച്ചാനെയും കഴിഞ്ഞ ദിവസങ്ങൾ കാണുവാനിടയായി. കഴിഞ്ഞ കൂട്ടായ്മയിലില്ലായിരുന്നല്ലേ? ഞാൻ വന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഓടനാവട്ടം, ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന പ്ലാപ്പള്ളി സഭ ഉൾപ്പെട്ട് നിൽക്കുന്ന ഓടനാവട്ടം സെക്ഷനിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയാണ് പൂയപ്പള്ളി ശാരോൺ ഫെലോഷിപ്പ് ചർച്ച്. ആ സഭയിലെ പ്രിയപ്പെട്ടവരെയും കാണുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ രാജ്യത്ത് വെച്ച് ദൈവം ഒരുക്കിയ അവസരത്തിനും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവരെയും നാട്ടിൽ നിന്ന് കടന്നു വന്ന മാതാപിതാക്കളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഭവനങ്ങളിലും കടന്നു പോകുവാനും സ്നേഹബന്ധം ആചരിക്കുവാനെല്ലാം ദൈവം അവസരങ്ങളെ ഒരുക്കി. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ കൃപ എല്ലാവരുടെ മേലും പകർന്ന് കർത്താവ് ആദരിക്കുമാറാകട്ടെ എന്നും ഞാൻ ദൈവസന്നിധാനം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകർന്ന് ദൈവം ആദരിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. സമർപ്പണ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധാനമായിരിക്കുമ്പോൾ തന്നെ പ്രാരംഭ സമയത്ത് നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനം ഒന്ന് എഴുന്നേറ്റ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. ഇംഗ്ലീഷിൽ വായിക്കേണ്ടവർക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. മലയാളത്തിൽ ഞാനത് ലീഡ് ചെയ്ത് വായിക്കാം. മലയാളം ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം. അതിനുശേഷം പ്രിയ മാതാപിതാക്കൾ മുൻപോട്ട് വന്ന് അവിടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കും. ശേഷം ഡ്യൂട്രോണമി ചാപ്റ്റർ 6 മാതാപിതാക്കൾ തങ്ങളുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്പസമയം ദൈവവചനം സംസാരിച്ച് കുഞ്ഞിനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദയവായിട്ട് ആവർത്തന പുസ്തകം 6-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനം വായിക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 6. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലം ഒക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രയേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്ക. ഇസ്രയേലേ, കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടിടകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അരുളി ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ച് കളയേണ്ടതിനും നീ യഹോവയുടെ മുൻപാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രൈമിൽ ഫറവോന് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രൈമിൻ്റെയും ഫറവോൻ്റെയും അവൻ്റെ സകല കുടുംബത്തിൻ്റെയും മേൽ ഞങ്ങൾ കാണെ യഹോവ മഹത്വവും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ച് എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും നാം എല്ലാ ചട്ടങ്ങളും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനം ഇരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വേദഭാഗത്തു നിന്നല്ല ഞാൻ അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ്, ചില വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയോട് വളരെ ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 4 മുതൽ 7 വരെയുള്ള വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചേ. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. സമയത്തിന് ചുരുക്കം കൊണ്ട് മറ്റൊരു ഭാഗം കൂടെ മാത്രം വായിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചു കൊള്ളാം. അതിൻ്റെ സ്തോത്രം ലിലിയ സ്തോത്രം, നിൻ്റെ മക്കൾ സ്തോത്രം നിന്നോട് ചോദിക്കുന്ന ആ ഭാഗത്തെക്കുറിച്ച് നാം വായിച്ചല്ലോ. അതിൻ്റെ 19 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ച് കളയേണ്ടതിനും നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തെന്ന് നാളെ നിൻ്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിൻ്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രൈമിൽ ഫറവോന് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചു. സ്തോത്രം.
ഈ പകൽ ദൈവസന്നിധാനമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. പ്രാരംഭത്തിൽ തന്നെ ഈ സമയം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങളെ ദൈവസന്നിധാനം സമർപ്പിച്ച് ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷ മറ്റ് ഏതെങ്കിലും ഒരു മതത്തിലെയോ ഏതെങ്കിലും ഒരു തത്വങ്ങളിലെയോ ആചാരത്തിന് പകരമായുള്ള ഒരു ശുശ്രൂഷ അല്ല. ദൈവത്തിന് സ്തോത്രം. ഹൈന്ദവ ആചാരപ്രകാരം കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് കൊടുക്കുന്നു എന്ന് പറയാറുണ്ട്. ഇസ്ലാം മതവിശ്വാസപ്രകാരം മാർക്ക കല്യാണം അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയാറുണ്ട്. സ്തോത്രം. യഹൂദന്മാരുടെ സ്തോത്രം പാരമ്പര്യമനുസരിച്ച് പരിച്ഛേദന എന്ന് പറയാറുണ്ട്. ക്രിസ്ത്യൻ പാരമ്പര്യമനുസരിച്ച് മാമോദിസ എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുമ്പോൾ ഇതിന് ഒന്നിനും പകരമായി വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷ അല്ലവേ അല്ല കുഞ്ഞുങ്ങളുടെ സമർപ്പണ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്ത് പോകുവാനോ വിശുദ്ധ ജീവിതം നയിക്കുവാനോ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ എന്ന് തിരുവചനത്തിൽ ഒരു വാക്യവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഇത് ഒരു ആചാരമോ ഇത് ഒരു സ്തോത്രം നിശ്ചയം നിർബന്ധമായി നാം ചെയ്യണം, ഞാൻ എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചില്ല എന്നൊരു ചിന്തയോടെയോ ആരും ആയിരിക്കേണ്ടതിൻ്റെ ഒരാവശ്യമില്ല. പിന്നെ എന്താണ് ഇത് എന്നുകൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിന് സ്തോത്രം പറയുവാൻ നമുക്ക് അനുവാദമുണ്ട്. നാം അങ്ങനെയായിരിക്കണം. മാത്രമല്ല വചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ കിട്ടിയാലും വീട് കിട്ടിയാലും വണ്ടി കിട്ടിയാലും ജോലി കിട്ടിയാലും നന്മ കിട്ടിയാലും അഭിഷേകം പ്രാപിച്ചാലും വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് കൃപ നൽകുന്നെങ്കിലും നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ അനുവാദമുണ്ട്, അവകാശമുണ്ട്. സ്തോത്രം. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പദവിയിൽ നമ്മൾ എത്തപ്പെടുന്നവരാണെങ്കിലും നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുവാൻ നാം മറന്നു പോകരുത്. സ്തോത്രം. വചനം പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഒരു സന്ദേശമാണ്, നീ വന്ന വഴികൾ മറക്കരുത് എന്നുള്ള സന്ദേശം. നിന്നെ വെട്ടിയെടുത്ത കനിഗർഭത്തെക്കുറിച്ച് നീ മറക്കരുത്. നിന്നെ കൊണ്ടുവന്ന വഴിത്താരകൾ നീ മറക്കരുത്. നാം അത് ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുമ്പോൾ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ അറിയാതെ വളർത്തപ്പെടുന്ന ഒരു തലമുറ പലപ്പോഴും ദൈവത്തിൽ ആശ്രയം കുറഞ്ഞവരായി, ദൈവത്തിന് സ്തോത്രം, ദൈവം ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയും എന്നുള്ള ചിന്തയോടെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ എൻ്റെ പ്രിയ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഒരു കുഞ്ഞിനെ ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാൻ പല ഓഫീസുകൾക്ക് കഴിയും. ഒന്ന് സഭ, അതിൻ്റെ ഒരു ഓഫീസാണ്. ദൈവദാസന്മാർ അതിൻ്റെ മറ്റൊരു ഓഫീസാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബം ഒരു പ്രധാന ഓഫീസാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് കുടുംബമാണ്. സ്തോത്രം. അതിൽ മാതാപിതാക്കൾക്കാണ് കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ നടത്തുവാൻ കഴിയുന്ന ഏറ്റവും അധികം സാഹചര്യങ്ങളുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, ഒരു 15 വയസ്സ് വരെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതിനുള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ അവർക്ക് കൈമാറാൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴിഞ്ഞിരിക്കണം. നമ്മുടെ പറച്ചിലുകൊണ്ടല്ല, നമ്മുടെ പ്രസംഗം കൊണ്ടല്ല, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം കൊണ്ട് കഴിഞ്ഞിരിക്കണം പരിശുദ്ധാത്മാവിനെ അവർക്ക് കൈമാറാൻ. ഞാൻ മാതാപിതാക്കളോട് പറയട്ടെ, ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ദൈവകരങ്ങളിൽ നിങ്ങൾക്ക് അവരെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അവർ ലോകത്തിൻ്റെ ഏതു കോണിൽ ഒറ്റയ്ക്കാണെങ്കിലും, ഹല്ലേലൂയ, അവർ ലോകത്തിൻ്റെ ഏതു കോണിൽ ഏത് ദുഷ്ട മനുഷ്യരുടെ നടുവിൽ ചെന്നാലും എനിക്ക് പറയാൻ കഴിയും, വചനത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ തന്നെത്താൻ അശുദ്ധരാക്കാതെ അവർക്ക് ജീവനം നയിക്കുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം അതിന് ഭാഗ്യം നൽകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധാനം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സമയം വേഗം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ സ്തോത്രം അല്പം ആ ഭാഗം കട്ട് ഷോട്ട് ചെയ്ത് ദൈവത്തിന് സ്തോത്രം ഈ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ, ദൈവവചനത്തിന് സംസാരിച്ച് ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ 3 മക്കളാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അത് ഞാൻ മൂത്തത്, രണ്ടാമത്തെ തോമസ്, മൂന്നാമത്തത്
പ്രിൻസ്. ദൈവകൃപയായി ഞങ്ങൾക്ക് 3 പേർക്കും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് അവസരം നൽകി. എൻ്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ പ്രിൻസിൻ്റെ മാതാപിതാക്കളും പ്രിയ ജിനിമോളുടെ മാതാപിതാക്കളും ഈ ശുശ്രൂഷയിൽ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എവിടെ ഇത് നടക്കുന്നു അവിടെ ഇത് ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ഈ ക്യാമറ കണ്ണുകളിലൂടെ അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകം ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ പകൽ പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരല്ലെങ്കിലും ദൈവവചനത്തിലൂടെ ഉള്ള ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവർ ചെയ്ത ഒരു കാര്യം, ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വചനത്തിലൂടെ കിട്ടിയതാണോ ദൈവദാസന്മാർ വന്ന് പ്രസംഗിച്ചപ്പോൾ കിട്ടിയതാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ രാത്രി സമയങ്ങൾ തലമുറകൾ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഞങ്ങളുടെ തലയ്ക്കൽ കൈവച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു ദൈവദാസൻ വന്ന് ഒരാലോചന പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്യണമെന്ന്. അതിനുശേഷമാണ് അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടതും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ഇന്ന് ബഹുമാന്യരായ മാതാപിതാക്കളോട് പറയുക, നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത്, ചെയ്യുന്നില്ലെങ്കിൽ ഇന്നു മുതൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവിടെ തലയിൽ കൈവച്ച് നിങ്ങൾ അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവുള്ള ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ, ദൈവഭയമുള്ള ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ ഞാൻ 100% ഉറപ്പോടെ പറയാം, ഈ വചനത്തിലെ അനുഗ്രഹം അവരുടെ മേൽ ദൈവം കൈമാറും. ഹല്ലേലൂയ. ഈ വചനത്തിലെ അനുഗ്രഹം ദൈവം അവരുടെ മേൽ കൈമാറും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ സ്തോത്രം അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി. ദൈവത്തിന് സ്തോത്രം. ഒരാൾക്ക് 8 വയസ്സും ഒരാൾക്ക് 5.5 വയസ്സുമുണ്ട്. ദൈവകൃപയാൽ അവരെ കർത്തൃകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനും ദൈവകൃപയിൽ വളർത്തുവാനും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മമ്മി സ്തോത്രം ഈ ദിവസങ്ങളിൽ വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് കൂടെയാണ്. അവരെ സ്തോത്രം ബൈബിളിലെ പല അധ്യായങ്ങളൊക്കെ കാണാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അന്ന് നമുക്ക് ദുഃഖിക്കാൻ ഇടവരരുത്. എൻ്റെ കുഞ്ഞിൻ്റെ പ്രായം കടന്നു പോയല്ലോ, വലുതായിപ്പോയല്ലോ, ഇച്ചിരി ചെറുതായിരുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് ദുഃഖിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം നല്ല അവസരമുള്ള എല്ലാ മാതാപിതാക്കളും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവകൃപയാൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന മാതാപിതാക്കളാൽ ഞങ്ങൾക്ക് ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് കൃപ നൽകി. സ്തോത്രം. മാതാപിതാക്കൾ ഈ സമയത്ത് ഇവിടെ ഇല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. പ്രിയ പ്രിൻസ് പറഞ്ഞു, അച്ചാച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ ടൈറ്റസാൻ്റെ അടുത്തോട്ട് ഞങ്ങളോട് വന്നാൽ 3 പേരും ഒരുമിച്ചുണ്ട്, ദൈവത്തിന് സ്തോത്രം ഒരുമിച്ച് കൂടാം എന്ന് ചിന്തിക്കുവാനിടയായി. ഇനി നാട്ടിൽ വന്നാലും എനിക്ക് കൂടാൻ കഴിയത്തില്ല. കാരണം മിക്ക കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ചയായിരിക്കും. ഞാൻ സ്തോത്രം ആരാധന കഴിഞ്ഞ് അവിടെ വരുമ്പോഴത്തേക്ക് ആ ശുശ്രൂഷ കഴിഞ്ഞേക്കും. അത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ ഇത് ക്രമീകരിക്കാൻ ഒരു കാരണമായി തീർന്നത്. എൻ്റെ പ്രിയ 2ാമത്തെ സഹോദരൻ തോമസും പ്രിയ അഞ്ചുമോളും ഇവിടെ ആയിരിക്കുന്നല്ലോ. അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ കർത്താവിന് ഒത്തിരി ഞാൻ അവനോട് പറഞ്ഞില്ല, എത്ര നേരത്തെ അധ്വാനമായി ആഹാര കാര്യങ്ങൾ. അവൻ ഇന്നലെ കിടന്നത് 2 മണിക്കാണ്. രാവിലെ 4:30 അവൻ എഴുന്നേറ്റു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം ഇവിടെ ആഹാരം കൊടുക്കുമ്പോൾ എല്ലാ ദൈവമക്കൾക്കുമുള്ള ബദ്ധപ്പാട് തന്നെയാണ്. പക്ഷേ സ്തോത്രം. പ്രിയ എൻ്റെ സഹോദരങ്ങളെ ഓർത്തിന് ഒത്തിരി കർത്താവിന് സ്തോത്രം ചെയ്യുക. മാത്രമല്ല നമ്മളൊക്കെ അവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കർത്താവ് തലമുറകളെ ഇതുവരെ കൊടുത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തൻ്റെ അനിയൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിൻസിനേക്കാളും താല്പര്യത്തോടെ ടൈറ്റസാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവം അവന് മനസ്സ് കൊടുത്തല്ലോ. ദൈവം കൊടുത്ത ആ നല്ല താല്പര്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിയവരുണ്ട്, കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടി ഗർഭം ധരിച്ചിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, കർത്താവിൻ്റെ ദാസൻ ജോബിച്ചാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്തോത്രം ധ്യാനിപ്പാനെടുത്തിരിക്കുന്ന വാക്യം, അതിനോട് വളരെ ബന്ധപ്പെട്ട ഒരു വാക്യത്തിൽ എനിക്ക് കണക്ട് ചെയ്ത് ഒരു വാക്യം ഇങ്ങനെ കർത്താദാസൻ പറഞ്ഞ വാക്യം എൻ്റെ ഉള്ളത്തിന് എന്നെ സന്തോഷിപ്പിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ചില സാഹചര്യങ്ങളൊക്കെ ദൈവമേ നീ എന്താ പ്രവർത്തിക്കാത്തേ, ഇനി എപ്പോഴാ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞാൻ എത്ര നാൾ കാത്തിരിക്കണം, എൻ്റെ സാഹചര്യം നീ കാണുന്നില്ലേ
എൻ്റെ കണ്ണുനീര് നീ അറിയുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ലേ എന്ന് നാം ചോദിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ദൈവസഭയോട് പറയട്ടെ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക എന്നൊരു സന്ദേശം നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, എന്നൊരു സന്ദേശം നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ പോകാം. ദൈവമഹത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. വേഗം സാക്ഷ്യത്തിന് ഞാൻ സമയം വേർതിരിക്കാം. വേഗം ആ വേദഭാഗം ഒന്ന് വായിച്ച് ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആദ്യം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞ വേദഭാഗത്തേക്ക് വരാം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ. മതി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിൻ്റെ ദാസി ഹന്ന ദൈവസന്നിധാനം കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു സ്തോത്രം പ്രാർത്ഥന. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. നമുക്കറിയാം തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് താനായിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യത്തിലായിരിക്കുക എന്ന് പറയുന്നത് അല്പം ഭയങ്കര വേദനയുള്ള ഒരു സാഹചര്യമാണ്. അതിലൂടെ ഞാൻ 1 വർഷമേ പോയുള്ളൂ. അങ്ങനെ അത് തന്നെ എനിക്ക് ഭാരമായിരുന്നു. സ്തോത്രം. ഇല്ല, പ്രത്യേകിച്ച് ഈ നാട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് 3 മാസം കഴിഞ്ഞാൽ തൊട്ട് ഒരു ചോദ്യം എല്ലാവർക്കും കേൾക്കാം, വിശേഷമുണ്ടോ, വിശേഷമുണ്ടോ, വിശേഷമുണ്ടോ. ഇവിടെ അങ്ങനെ കാണത്തില്ലായിരിക്കും. നാട്ടിലെ ഈ സ്തോത്രം കൂടി വരുമ്പം എന്തെങ്കിലും ചോദിക്കണമെന്നോ എന്ന് വെച്ച് ചോദിക്കുന്നതായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇനി ആക്കി ചോദിക്കുന്നവരുണ്ട്, കുത്തി ചോദിക്കുന്നവരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വല്ലാത്ത വേദനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ദാസി ഹന്ന ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ വേദന ആരോടും പറഞ്ഞ മനസ്സിലാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം പെനീന സ്തോത്രം പലതും പറഞ്ഞ് നിന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ദൈവസഭയോട് പറയട്ടെ, എൻ മനമേ നിശ്വസ്തമായിരിക്കുക എന്ന് നിന്റെ കണ്ണുനീരിൻ്റെ നടുവിൽ കർത്താവ് പറയുന്നുണ്ടെങ്കിൽ, സ്തോത്രം. വേഗം ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ, 17-ാം വാക്യം കൂടെ, 1:17 വായിച്ചാട്ടെ. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണമേ, സ്തോത്രം. ഒത്തിരി വിങ്ങലോടും വേദനയോടും ദേവാലയത്തിലിരുന്നപ്പോൾ പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ പുരോഹിതൻ പറയുക, സ്തോത്രം, ഹല്ലേലൂയ, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന്. ആ വാക്യത്തിൽ മറ്റൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ പോയി എന്ന് പറയുന്ന ഒരു ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 18-ാം വാക്യം വായിച്ചാട്ടെ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുമെന്ന് ഒരു ശബ്ദം അവൾ കേട്ടപ്പോൾ, എൻ മനമേ സ്വസ്ഥമായിരിക്ക എന്നൊരു ശബ്ദം അവൾ കേട്ടപ്പോൾ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒരു ആലോചന നീ കേട്ടപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവസഭയോട് പറയാം, നീ ഇനി ഭാരപ്പെടണ്ട. ഇത് പറഞ്ഞത് ദൈവാത്മാവാണെങ്കിൽ അത് ചെയ്യാൻ അസാധ്യതകളുടെ നടുവിൽ കഴിവുള്ളൊരു ദൈവത്തെയാ നീയും ഞാനും സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ ദൈവാത്മാവാലോചന പറയുക. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽ ദൈവസന്നിധാനം വചനത്തിൽ സന്തോഷിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ നന്ദി പറയുക. ഏതൊക്കെ വിഷയങ്ങൾക്ക് മുൻപാകെ ഭാരത്തോടെ വേദനയോടെ തിരുസന്നിധാനം കണ്ണുനീരൊഴുക്കുന്നോ തന്റെ ജനത്തോട് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. സ്തോത്രം. കർത്താവിന് മഹത്വം കരയറ്റുക. കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ കർത്താവിൻ്റെ ദാസന്റെ ഭവനത്തിലായിരുന്നു ഞങ്ങളുടെ അവിടെയുള്ള സ്തോത്രം ഏരിയ മീറ്റിംഗ്. സ്തോത്രം. അവിടെ സ്തോത്രം ഞങ്ങൾക്ക് ദൈവവചനം ധ്യാനിപ്പാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസൻ, ഹല്ലേലൂയ, സ്തോത്രം, അച്ഛൻ്റെ പേരെങ്ങനെ, സഞ്ജിച്ചാൻ, ഇന്നലെ രാത്രി സ്തോത്രം വീട്ടിൽ വന്നപ്പോൾ തൻ്റെ അനുഭവങ്ങൾ എന്നോട് പറയാനുണ്ട്. കർത്തദാസനെ, അത് എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു എന്ന്. പലപ്പോഴും ജീവിതത്തിൽ കർത്താവെ, ഞങ്ങളുടെ വിഷയത്തിന് മാറ്റമുണ്ടാകുന്നില്ലേ, ഞങ്ങളുടെ വേദന നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ഭക്തന്മാരായിരുന്നിട്ട് അവർ ദൈവസന്നിധാനം വിങ്ങളോടെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഉത്തരമാർക്കും പറയാൻ കഴിയാത്ത ചോദ്യം. ഞങ്ങൾ എന്തിനാ കറുപ്പെടുത്ത് നടക്കുന്നത്? ഞങ്ങൾ എന്തിനാ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചിട്ടും ഒന്നുമില്ലല്ലോ. അഹങ്കാരികളെ ഞങ്ങൾ ഭാഗ്യവാന്മാരെന്ന് എണ്ണേണ്ട സാഹചര്യമാണല്ലോ എന്നവർ ചിന്തിച്ചെങ്കിലും കർത്താവ് പറയുകയാണ്, ഇല്ല, ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല,
ഞാൻ നിങ്ങളെ മറക്കത്തില്ല, ഞാൻ നിങ്ങളെ ആദരിക്കുന്നൊരു ദൈവമാണ്, ഞാൻ നിങ്ങളുടെ അവസ്ഥ അറിയുന്നൊരു ദൈവമാണ്. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവസഭയോട് ഞാൻ പറയട്ടെ, കർത്താവ് നമ്മെ അറിയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പട്ടണത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇവിടെ നന്മ തരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇവിടെ തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റി നമ്മെ നടത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇനിയും നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റി നൽകുവാൻ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾ ഒത്തിരി വിലയേറിയവരാ, ദൈവത്തിന് ഒത്തിരി വിലയേറിയവരാ. ഒരിക്കൽ DL മൂഡി സ്തോത്രം ഒരു ശുശ്രൂഷയ്ക്ക് കടന്നു പോയിട്ട് ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ തൻ്റെ ഭാര്യ ചോദിച്ചു, ഇന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടു? ദൈവത്തിന് സ്തോത്രം. ദൈവദാസൻ പറഞ്ഞു, ഇന്ന് 2.5 പേര് രക്ഷിക്കപ്പെട്ടു. ഉടനെ ഈ കർത്തദാസ് ചോദിച്ചു, സ്തോത്രം ലിലിയ, 2 മുതിർന്നവരും 1 കുഞ്ഞുമാണോ രക്ഷിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ DL മൂഡി എന്ന് പറഞ്ഞ കർത്തദാസൻ പറഞ്ഞു, അങ്ങനെയല്ല, 2 കുഞ്ഞുങ്ങളും 1 മുതിർന്നവരുമാണ് രക്ഷിക്കപ്പെട്ടെ എന്ന്. സ്തോത്രം. ആ കർത്തദാസൻ അതിന് വിശദീകരണം കൊടുത്ത് ഇങ്ങനെയാ, കുഞ്ഞുങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് ദീർഘമായിട്ടുള്ളതാ, കർത്താവിന് അവർ ഒത്തിരി വിലയേറിയവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങൾ കടന്നു വരുവാൻ സമയത്ത് മുതിർന്നവരൊക്കെ പറഞ്ഞു അവരെ മാറ്റി നിർത്തി. സ്തോത്രം ലിയ, ദൈവത്തിന് സ്തോത്രം. അവരുടെയൊക്കെ ഉള്ളത്തിലുള്ള ചിന്ത, സ്തോത്രം, നിങ്ങളെക്കാൾ വലുതാ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേറെയുണ്ട് എന്ന് അവർ മുതിർന്നവർ ചിന്തിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയത്. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുള്ളതല്ലോ. ഇന്ന് പകൽ കർത്താവ് പറഞ്ഞ അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധാനമായിരിക്കുമ്പോൾ ദൈവമക്കളെ ഒരു അനുഭവം നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കഴിഞ്ഞൊരു ദിവസങ്ങളിൽ കർത്തദാസൻ പാസ് ബാവുച്ചെറിയാൻ്റെ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് സ്തോത്രം എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. സ്തോത്രം, കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പം സഭായോഗമൊക്കെ നടത്തുക. ദൈവത്തിന് സ്തോത്രം. സ്തോത്രഗീതം പാടുക, നീ മനമേ സ്തോത്രം. ഇനി കർത്തൃമേശ നടത്തി, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തി. പ്രൈസുള്ള കർത്തദാസൻ പറഞ്ഞൊരു അനുഭവമാണ്. അപ്പോൾ സ്തോത്രം, ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്തോത്രം, പാട്ട് കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, സാക്ഷ്യം കഴിഞ്ഞു, കർത്തൃമേശ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ബഹളം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ സ്തോത്രം, കസേരയെടുത്ത് അങ്ങോട്ടിരിക്കുന്നു, കസേരയെടുത്ത് ഇങ്ങോട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പേരൻസ് ചോദിച്ചു, എന്തുവാടാ അത് സഭായോഗം കളിക്കുവാന്ന്. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, നാട്ടിലെ ചില സഭകളിലെയൊക്കെ സ്ഥിതികൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രിയപ്പെട്ടവരോട് വളരെ തമാശയ്ക്ക് പറഞ്ഞതല്ല. ദൈവത്തിന് സ്തോത്രം. ഇതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ നടുവിൽ മാതാപിതാക്കളെ നമുക്കൊരു വലിയ കടമയുണ്ട്. മാതൃകയുടെ ഒരു ജീവിതം അവരുടെ മുൻപിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിഞ്ഞേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും, ഇല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. ദൈവത്തിന് സ്തോത്രം. പറയാൻ എളുപ്പമാ, പ്രസംഗിക്കാൻ അതിനേക്കാൾ എളുപ്പമാ, പക്ഷെ ജീവിച്ച് കാണിക്കാൻ അല്പം പാടാ. അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. മാതൃകയോടെ നമുക്ക് ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. ഒരു വാക്യം കൂടെ, സദൃശവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഒത്തിരി വാക്യങ്ങൾ, തിരുവചന കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിലും നിരവധി വാക്യങ്ങൾ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിച്ചു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നിയമങ്ങളൊക്കെ സ്തോത്രം വ്യത്യസ്തമാകുന്ന നിയമങ്ങളുള്ള സാഹചര്യത്തിലാണ് നാം വളരുന്നത്, വളർത്തപ്പെടുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒക്കെ. സ്തോത്രം. എന്നാൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നവീന ഉപദേശങ്ങൾ പലതും നിങ്ങൾ കണ്ടെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. അതിലൊക്കെ അനേകർ ആകൃഷ്ടരായെന്നും വരാം. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അല്പം പോലും നമ്മൾ വ്യതിചലിക്കരുത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിച്ച വാക്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ കൊണ്ടുവന്ന വഴികളും നടത്തിയ വിധങ്ങളും ദൈവം തന്ന നന്മകളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ പാടില്ല.
പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കുവാൻ, അത് ഉപദേശിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് കഴിയട്ടെ. സ്തോത്രം. സമയം വേഗം പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം ഒന്ന് വായിച്ച്. 119 ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. 9 വാക്യം. 119 ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. നാം ചെറിയ സ്തോത്രം കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയാറുണ്ട്. ചുടല എന്ന് പറഞ്ഞാൽ, ചുടലക്കാട് എന്ന് പറഞ്ഞാൽ ശ്മശാനം എന്നാണ്, മരണം വരെയാണ്. ചുട്ടയിലെ ശീലം, ചെറിയ സ്തോത്രം ചെറുതായിരിക്കുന്ന അവസരത്തിൽ നാം ശീലിപ്പിക്കുന്നത് അത് അവസാനത്തോളം കാത്തു സൂക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കുഞ്ഞിനെ മാത്രമല്ല, ഇവിടെ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ആ നിലയിൽ ബാലൻ തന്നെ നടപ്പിന് നിർമ്മലമാക്കുന്ന എങ്ങനെ? തൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്നുള്ള ആ വചനപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. തിരുവചനത്തിൽ സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ സ്തോത്രം കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉപദേശിച്ച് വളർത്തുക, അഭ്യസിപ്പിക്കുക, ദൈവത്തിന് വേണ്ടി മക്കളെ ശുദ്ധീകരിക്കുക, മക്കളെ ശാസിച്ച് വളർത്തുക, മക്കളെ ശിക്ഷണത്തിൽ വളർത്തുക, സ്നേഹിക്കുക, മക്കളെ പ്രകോപിപ്പിക്കരുത്, മക്കളെ അനുഗ്രഹിക്കുക, മക്കളോട് ക്ഷമിക്കുക, മക്കൾക്ക് മാതൃകയായിരിക്കുക എന്ന സ്തോത്രം നിരവധി വേദഭാഗങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കുഞ്ഞുങ്ങളെ പോറ്റി ദൈവസന്നിധാനം, ദൈവമക്കളെ നമ്മൾ വചനത്തിലൊരു വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്: ദൈവമേ നീ എനിക്ക് തന്ന മക്കളുമെന്ന് പറഞ്ഞ് ദൈവം മുൻപാകെ നമുക്ക് നിൽക്കണം. ഇഹത്തിലും പരത്തിലും ആത്മീയ മക്കളോടും കർത്താവ് നൽകുന്ന ഭൗതിക മക്കളോടും ചേർന്ന് ദൈവം മുൻപാകെ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി കർത്താവിന് കൊള്ളാകുന്നവരായി നിൽക്കുവാൻ നമുക്കൊരുങ്ങാം. മാതാപിതാക്കളെ എല്ലാം ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധാനം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.